ശുചിമുറിയിൽ പ്രസവിച്ച വിദ്യാർത്ഥിനി കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ 19-കാരിയാണ് ശുചിമുറിയിൽ പ്രസവിച്ചത്. ഒരു പീരിയഡ്സിന്റെ പെയിൻ എന്നുള്ള രീതിയിൽ ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നത്. 9 മണിയൊക്കെ ആയ സമയത്തായിരുന്നു വന്നിരുന്നത്. നമുക്ക് വയറ് കണ്ടപ്പോൾ ചെറിയൊരു സംശയം പോലെ ഉണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഞാനും ഇവിടെ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും പീരിയഡ്സ് മിസ് ആയിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പം ആള് കറക്റ്റ് റെഗുലർ ആയിട്ട് പീരിയഡ്സ് വരുന്നത്, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വയറ്റിൽ ചെറിയ കൊഴുപ്പ് അടിഞ്ഞ പോലെ സംശയമുണ്ട്, ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പം അങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. നമ്മൾ ഒബ്സർവേഷൻ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാ ഇവിടുത്തെ അസിസ്റ്റന്റ് ചേട്ടനും പിന്നെ ഡോക്ടറും എല്ലാം കൂടെ പോയി ബാക്കിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയത്. അപ്പം തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് 2 പേരെ നമ്മുടെ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. രഘുനാഥ് നാരായൺ വിവരങ്ങളുമാണ്. രഘു, കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവം. എന്താണ് പറയുന്നത്, എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്ക് സമീപം തന്നെ താമസിക്കുന്ന പെൺകുട്ടി രാത്രി 8 മണിയോടുകൂടിയാണ് ആശുപത്രിയിൽ എത്തുന്നത്. കടുത്ത വയറുവേദനയുണ്ടെന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് പറഞ്ഞു. തുടർന്ന് അവർ മരുന്ന് നൽകുകയും നമ്മളോട് സംസാരിച്ച കുട്ടി പറഞ്ഞെങ്കിൽ അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗർഭിണിയല്ല എന്നുള്ളൊരു ഉറച്ച നിലപാടിൽ കുട്ടി എത്തുകയും കുട്ടിയുടെ ഒബ്സർവേഷനിൽ തുടരാൻ വേണ്ടി പറയുകയും ചെയ്തു. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് കുട്ടി ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിക്കുന്നത്. എന്നാൽ ഇതിനുശേഷവും എന്തെങ്കിലും രീതിയിലുള്ളൊരു കാര്യങ്ങളോ മറ്റോ പെൺകുട്ടി പറഞ്ഞിരുന്നില്ല. സംശയം തോന്നിയ ഡോക്ടർമാരും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും പരിശോധിച്ചപ്പോൾ ഈ ശുചിമുറിയുടെ പുറത്ത്, ജനലിൻ്റെ പുറത്തായിട്ട് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അങ്ങനെയാണ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് വീണ്ടെടുക്കുന്നത്. തുടർന്ന് കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവിവാഹിതയാണ്, എറണാകുളത്ത് പഠിക്കുകയാണ്, അങ്ങനെ ഗർഭിണിയായെന്നും പിന്നീട് ഈ വീട്ടുകാരോടൊന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് കളയുകയുമായിരുന്നു എന്നുള്ളൊരു മൊഴിയാണ് 19 വയസ്സുകാരി നൽകിയത്. വളരെ വേഗത്തിൽ തന്നെ അമ്മയെയും കുഞ്ഞിനെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരും അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കേസെടുക്കാനാണ് ഹരിപ്പാട് പോലീസിൻ്റെ തീരുമാനം. ശരി. രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടിപ്പോകുന്ന സംഭവമാണ് ഉണ്ടായത്.